नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 76 സാൽവമോക്ഷം. പേജ് നമ്പർ 743. ദാരുകപുത്രനായ തേരാളിയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി പ്രദ്യുമ്നനു മനസ്സിലായി. അതിനാൽ അദ്ദേഹം കൈയും മുഖവും കഴുകി ഉന്മേഷം വീണ്ടെടുത്തു. വേണ്ട വിധത്തിൽ വില്ലും അമ്പും ധരിച്ച് സാൽവന്റെ സൈന്യാധിപൻ നിൽക്കുന്നിടത്തേക്കു തന്നെ കൊണ്ടുപോകാൻ തേരാളിയോട് പറഞ്ഞു. യുദ്ധരംഗത്ത് പ്രദ്യുമ്നന്റെ അല്പസമയത്തേക്കുള്ള അഭാവത്തിൽ സാൽവന്റെ സർവസൈന്യാധിപനായ ദ്യുമാൻ യദുവംശത്തിലെ സൈനികരുടെ സ്ഥാനം കൈയടക്കിയിരുന്നു. യുദ്ധരംഗത്തു പ്രത്യക്ഷപ്പെട്ടതോടെ പ്രദ്യുമ്നൻ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. 4 അസ്ത്രങ്ങൾ കൊണ്ട് അയാളുടെ 4 കുതിരകളെയും 1 അസ്ത്രം കൊണ്ട് തേരാളിയെയും വധിച്ചു. മറ്റൊരസ്ത്രം കൊണ്ട് അയാളുടെ വില്ല് 2ആയി മുറിച്ചു. മറ്റൊന്നുകൊണ്ടു ധ്വജപതാക തുണ്ടം തുണ്ടമാക്കി. ശേഷിച്ച 8ാമത്തെ അസ്ത്രം അയാളുടെ ശിരസ് ശരീരത്തിൽ നിന്നു വേർപെടുത്തി. മറ്റു മുന്നണികളിൽ ഗദൻ, സാത്യകി, സാമ്പൻ തുടങ്ങിയ വീരന്മാർ സാൽവന്റെ ഭടന്മാരെ കൊന്നൊടുക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. സാൽവനോടൊത്തു വിമാനത്തിൽ കഴിഞ്ഞിരുന്ന ഭടന്മാരും യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. അവർ സമുദ്രത്തിൽ വീണുപോകുകയും ചെയ്തു. ഇരു കക്ഷികളും എതിരാളിക്കു കനത്ത പ്രഹരമേൽപ്പിച്ചു. ഭീഷണവും അപകടകാരിയുമായ യുദ്ധം 27 ദിവസം തുടർന്നു. ദ്വാരകയിൽ യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണൻ രാജാ യുധിഷ്ഠിരനും മറ്റു പാണ്ഡവരുമൊത്തു ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുകയായിരുന്നു. യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിന്റെ പരിസമാപ്തിക്കും ശിശുപാലവധത്തിനും ശേഷമായിരുന്നു സാൽവനുമായുള്ള യുദ്ധം നടന്നത്. ദ്വാരകയിൽ ആപത്തുണ്ടായിരിക്കുന്നു എന്നു മനസ്സിലായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവ കുടുംബത്തിലെ മുതിർന്ന ആളുകളുടെ, വിശേഷിച്ചും അമ്മാവിയായ കുന്തിദേവിയുടെ സമ്മതം വാങ്ങി ദ്വാരകയിലേക്കു പുറപ്പെട്ടു. ശിശുപാലവധത്തെ തുടർന്നു ബലരാമനുമൊത്തു താൻ ഹസ്തിനപുരത്തെത്തുന്ന കാലയളവിൽ ശിശുപാലന്റെ ആൾക്കാർ ദ്വാരകയെ ആക്രമിച്ചതായിരിക്കാമെന്നു ഭഗവാൻ കൃഷ്ണൻ കരുതി. ദ്വാരകയിലെത്തിയപ്പോൾ ആ നഗരം മുഴുവൻ ആപത്തിലകപ്പെട്ടിരിക്കുന്നതായി ഭഗവാൻ കൃഷ്ണനു മനസ്സിലായി. നഗരരക്ഷയ്ക്കായി
അദ്ദേഹം തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തു ബലരാമനെ നിർത്തി. തുടർന്ന് പുറപ്പെടാൻ തയ്യാറാകാൻ സാരഥിയായ ദാരുകനോട് പറഞ്ഞു. ദാരുക, ഉടൻ നമ്മെ സാൽവന്റെ വാസസ്ഥാനത്തെത്തിക്കുക. ഈ സാൽവൻ അതിശക്തനും നിഗൂഢത നിറഞ്ഞവനുമാണെന്നറിയാമല്ലോ. അവനെ ഒട്ടും ഭയപ്പെടരുത്. കൃഷ്ണന്റെ ആജ്ഞ ലഭിച്ചയുടനെ ദാരുകൻ അദ്ദേഹത്തെ തേരിലിരുത്തി അതിശീഘ്രം സാൽവന്റെ അടുത്തേക്കു തേരോടിച്ചു. ഗരുഡന്റെ മുദ്ര പതിച്ചിട്ടുള്ള പതാകയോട് കൂടിയതാണു ഭഗവാൻ കൃഷ്ണന്റെ രഥം. പതാക കണ്ണിൽപ്പെട്ടതോടെ ഭഗവാൻ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ എത്തിയിരിക്കുന്നുവെന്ന് യദുവംശത്തിലെ പടയാളികൾക്കും യുദ്ധവീരന്മാർക്കും മനസ്സിലായി. ഇതിനകം തന്നെ സാൽവന്റെ ഭടന്മാരിൽ ഒട്ടുമുക്കാലും വധിക്കപ്പെട്ടിരുന്നു. എന്നാൽ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ എത്തിയിരിക്കുന്നതു കണ്ട സാൽവൻ വലിയ ഉൽക്ക പോലെ ആകാശത്തിലൂടെ ചീറിപ്പായുന്ന ശക്തമായ ഒരായുധം തൊടുത്തുവിട്ടു. അതിൻ്റെ സാന്നിധ്യം കൊണ്ടു നഭോമണ്ഡലമാകെ പ്രകാശമാനമായി. എന്നാൽ കൃഷ്ണൻ ആ ഗംഭീരമായ ആയുധത്തെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് 10,000 കഷ്ണങ്ങളാക്കി തകർത്തുകളഞ്ഞു. ഹരേ കൃഷ്ണ.